ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ബട്ടർഫ്ലൈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരത്തേക്ക് കറി വയ്ക്കാൻ ബീറ്റ്റൂട്ടും കായും കൂടി ചെറുതാക്കി അരിയണം. കണ്ടോ, ചെറുതാക്കി അരിഞ്ഞിട്ട് മസാലയൊക്കെ ഇട്ട് നമുക്ക് ഒരു കറി വയ്ക്കാം. അതിന് ബീറ്റ്റൂട്ട് ഇങ്ങനെ അരിഞ്ഞു, ഇനി അതിലേക്ക് കായ അങ്ങനെ അരിഞ്ഞു. അവർക്ക് ക്ലാസ്സില്ലാത്ത കാരണം കിടന്ന് മതിക്കുക രണ്ടാളും ദിവസം കുഞ്ഞാക്കി. അപ്പം അതിൻ്റെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാകും. ഇങ്ങനെ കായ അരിയ നമുക്ക്. അപ്പം അതേ നമ്മുടെ കായ ഇങ്ങനെ ഗുരുഗുരു വരുന്നുണ്ട്. ബീറ്റ്റൂട്ടും കായും നമുക്കിത് നല്ലോണം ഒന്ന് കഴുകി വാരിയെടുക്കാം. ഇനി നമുക്കൊരു സബോള അങ്ങനെ ചെറുതായിട്ട് അരിയാം. സബോള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തീ കത്തിച്ച് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. സവോള ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴണ്ട് വരുന്നവരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ സവോളയുടെ കളറ് മാറി വരുന്നുണ്ട്. നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനാണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നല്ലോണം മൂത്ത് വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം മൂത്ത് വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ഇട്ട് നല്ല രസമാണ് കറി. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലോണം മൂപ്പിച്ചെടുക്കുക. ആ മുളക് പൊടിയും എല്ലാത്തിനും കുത്ത് മാറാതെ നല്ലോണം ഇളക്കാം. അപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ മൂത്തു. ഇനി അതിലേക്ക് കായും ബീറ്റ്റൂട്ടും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി മസാലയും ഇതും കായും ബീറ്റ്റൂട്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇനി അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു കുഴമ്പൻ രൂപത്തിലെടുത്താലാണ് രസം ഉണ്ടാവുള്ളൂ. ഈ കറി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്നും കൂടി ഇളക്കുക.
നമുക്ക് ഇതിനെ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. നമ്മുടെ കറിയൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇളക്കി നമുക്ക് ഒന്നുകൂടി നിരത്തി കൊടുക്കാം. ഇനി കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കണം. നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചു. നല്ല സൂപ്പർ കറി കണ്ട, നല്ല ചാറ് കുഴമ്പും പോലെയൊക്കെ ചോറിലൂടെ നല്ല ടേസ്റ്റുള്ള കറി. കായൊക്കെ നല്ലോണം വെന്തൂരേ, നല്ല സൂപ്പർ കറി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായി ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കറി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. നമുക്ക് പിഞ്ചൂസിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ പിഞ്ചൂസേ? സൂപ്പറായിരുന്നു. അതെ, മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.